DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാൻ US സംഘർഷം മൂലം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഗ്യാസ് ഇറക്കുമതിക്ക് തടസ്സങ്ങൾ നേരിടുന്നതിനാൽ LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണവും ബുക്കിംഗ് സംബന്ധിച്ച ചില നിയമങ്ങളും സർക്കാർ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിലിണ്ടറുകൾ ലഭിക്കുവാൻ ഉപഭോക്താക്കൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. മെയ് 1 മുതൽ ഗ്യാസ് സിലിണ്ടർ വിതരണവും ബുക്കിംഗ് സംബന്ധിച്ച നിയന്ത്രണങ്ങളും സർക്കാർ കടുപ്പിച്ചിരിക്കുകയാണ്. നിയമസഭാ ഇലക്ഷനുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സർക്കാർ വരും ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയേക്കും. പുതിയ സർക്കാർ നിയന്ത്രണമനുസരിച്ച് വീട്ടിലോ പരിസരത്തോ പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG കണക്ഷൻ ഉണ്ടെങ്കിൽ അവർ LPG ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഉടനെ തന്നെ സറണ്ടർ ചെയ്യേണ്ടതാണ്. അത്തരക്കാർക്കിനി LPG ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതല്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഗ്യാസ് കമ്പനികൾ വരും നാളുകളിൽ സിലിണ്ടറുകൾ നൽകുന്നതല്ല. ആധാർ നമ്പറൊക്കെ അടിസ്ഥാനമാക്കി LPG സിലിണ്ടർ കണക്ഷനും PNG ഗ്യാസ് കണക്ഷനും ഉള്ളവരുടെ ഡാറ്റാബേസ് പരിശോധിച്ച് സർക്കാർ അത്തരം ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതാണ്. അതുപോലെ മുൻപ് ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നവർ തങ്ങളുടെ ആധാർ ഉപയോഗിച്ച് ഗ്യാസ് കണക്ഷൻ EKYC പൂർത്തിയാക്കേണ്ടതുണ്ട്. ഗ്യാസ് കണക്ഷൻ EKYC ഇതുവരെ പൂർത്തിയാക്കാത്തവർക്ക് സിലിണ്ടർ വിതരണം തടസ്സപ്പെടുന്നതാണ്. യഥാർത്ഥ ഗ്യാസ് കണക്ഷനുള്ള ഉപഭോക്താവിന് തന്നെയാണ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ EKYC പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വന്നിരുന്നത്. അതിനൊരു അവസാന ഡേറ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും ഗ്യാസ് പ്രതിസന്ധി സംജാതമായതോടെ യഥാർത്ഥ ഉപഭോക്താക്കൾക്ക് തന്നെ സിലിണ്ടർ നൽകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പൂർത്തീകരിച്ചവർക്ക് നൽകുന്നത്. ബയോമെട്രിക് വഴിയോ ഫേസ് ഒതന്റിക്കേഷൻ വഴിയോ ഇതിനകം EKYC ചെയ്തവർക്ക് വീണ്ടും ആ പ്രക്രിയ ആവർത്തിക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ നിയമങ്ങൾ പ്രകാരം ഗാർഹിക സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പും നിയമവിരുദ്ധ വിൽപ്പനയും തടയുന്നതിനായി ഗ്യാസ് സിലിണ്ടറുകളുടെ ഡെലിവറി സംവിധാനത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പല മേഖലകളിലും ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം OTP അധിഷ്ഠിതമാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങളൊരു സിലിണ്ടർ ബുക്ക് ചെയ്ത് തുടർന്ന് നിങ്ങൾക്ക് ആ സിലിണ്ടർ നൽകുന്നതിന് മുമ്പായി ഗ്യാസ് കണക്ഷന് വേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഡെലിവറി ഒതന്റിഫിക്കേഷൻ കോഡ് ലഭിക്കും. ഡെലിവറി ചെയ്യുന്ന ആൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ OTP നമ്പർ അവരുമായി ഷെയർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ വിജയകരമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഗ്യാസ് സിലിണ്ടർ നിങ്ങൾക്ക് കൈമാറുകയുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് OTP ലഭിക്കുന്നില്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യണം. ഗ്രാമപ്രദേശങ്ങളിൽ സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസം കഴിഞ്ഞ ശേഷമേ അടുത്ത സിലിണ്ടർ ലഭിക്കുകയുള്ളൂ. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസമാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് 26ാമത്തെ ദിവസം മാത്രമേ അടുത്ത സിലിണ്ടറിന്റെ ബുക്കിങ്ങിന് സാധിക്കുകയുള്ളൂ. ഈ ഇടവേള കുറയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഗൾഫ് പ്രതിസന്ധിയെ തുടർന്ന് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിന്റെ വില ഉയരുന്ന പ്രവണതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം മെയ് 1-ാം തീയതി 19 കിലോഗ്രാമിന്റെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് സർക്കാർ കൂട്ടിയത്. അന്ന് ഗാർഹിക ആവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ വർധന വരുത്തിയില്ല. എന്നാൽ അടുത്തു തന്നെ ഗാർഹിക പാചകവാതകത്തിനും പെട്രോൾ ഡീസൽ വിലകളിലും വർധന വരുത്തുമെന്നും അത് ഒഴിച്ചുകൂടാൻ സാധിക്കില്ല എന്നും മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. രാജ്യത്ത് LPG ഗ്യാസ് സിലിണ്ടറിന്റെ ഉപയോഗം കുറയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തിപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായി നിങ്ങളുടെ അടുത്തുകൂടി സിറ്റി ഗ്യാസ് പോലെയുള്ള PNG കണക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ആ ഗ്യാസ് എടുക്കുകയും LPG സിലിണ്ടർ കണക്ഷൻ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. PNG കണക്ഷൻ എടുത്താൽ 24 മണിക്കൂറും തടസ്സമില്ലാതെ പൈപ്പിലൂടെ ഗ്യാസ് പാചകത്തിന് ലഭ്യമാകുന്നതാണ്. സിലിണ്ടർ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ സിലിണ്ടറിലെ ഗ്യാസ് തീർന്നു പോവുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നതുമല്ല. ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിച്ചു വരുന്ന ഈ വേളയിൽ നിലവിൽ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി ലഭിക്കുന്നത് ഉജ്ജ്വല യോജന സ്കീമിൽ പെടുന്നവർക്ക് മാത്രമാണ്. അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 300 രൂപ എത്തുന്നതിന് അവരുടെ അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അക്കൗണ്ടുമായി ആധാർ ലിങ്ക് ചെയ്യാത്തവർ ഉടനെ തന്നെ അക്കാര്യം പൂർത്തീകരിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട ഈ ഗ്യാസ് അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.